പരിചയമൊക്കെ ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും, രാത്രിയൊക്കെ ഗുഡ് നൈറ്റ് ഒക്കെ പറയും. ഇപ്പോഴാണ് മനസ്സിലായത് കറക്റ്റായിട്ട്. പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബേസിലൂടെ വർക്ക് ചെയ്യണം, അഭിനയിക്കണം എന്നുള്ള കാരണം നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളുടെ പടങ്ങളിൽ തന്നെയാണ് ബേസിൽ അഭിനയിച്ചിട്ടുള്ളതും. അപ്പോൾ അവർ പറഞ്ഞിട്ടും അറിയാം. പിന്നെ നമ്മളെല്ലാം സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട്. പിന്നെ കോമ്പിനേഷൻ ചെയ്യാൻ നേരത്താണ് ഇപ്പോൾ 2 തരത്തിലിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പല പല ടേക്കുകൾ ഇങ്ങനെ പോകുന്നതോറും ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി അടിപൊളിയാണ്. കാരണം ഒന്നാമത് ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ തൃശ്ശൂർ ഭാഷ വന്നിരിക്കുന്നത്, അപ്പോൾ തന്നെ കുറേ അധികം ടേക്കുകൾ ഇങ്ങനെ പോവായിരുന്നു. കാരണം അതിന്റെ കറക്റ്റ് ഇത് കിട്ടാൻ ഡബ്ബാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു മൂവി ഒരു 8 ദിവസം 7 ദിവസം എടുത്ത് ഡബ് ചെയ്യുന്നത്. മറ്റേ ഫാസ്റ്റായിട്ട് നമ്മളൊരു ട്രാക്കുകളോട്ട് ചെയ്തു പോയത്, പക്ഷെ നിർത്തിയത് ഓരോരോ സീൻ അങ്ങനെ ചെയ്താൽ പോയത്. പിന്നെ ബേസിലൂടെ വർക്ക് ചെയ്തതിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ബേസിലെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിട്ടുള്ള മൂവി കൂടിയാണ് പ്രാമുഷ. അപ്പോൾ ഭയങ്കര സൈറ്റിലായിട്ടുള്ളൊരു ഭയങ്കര രസമുള്ള റിയാക്ഷൻസും കാര്യങ്ങളാണ്. ഭയങ്കര ഇഷ്ടം തോന്നിയൊരു ക്യാരക്ടറാണ്. അടിപൊളി. ഇനി അങ്ങോട്ടും ഒരുപാട് പടങ്ങളിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലേ? എൻ്റെ സൗമികയുടെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് തീർച്ചയായും. എല്ലാ രീതിയിലുള്ള മാനേഴ്സും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അതെ, അത് പറയുമ്പോ തന്നെ ഞൊണ്ടാണ്. ഇങ്ങനത്തെ ലുക്കാന്ന് പറയും. ലുക്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞൊണ്ടനാന്ന് പറയും. പക്ഷെ ഷൂട്ടിന്റെ തലേ ദിവസമായിട്ടാണ് ടെൻഷൻ തുടങ്ങിയത്. കാരണം ഇത് ഫുള്ള് പിടിക്കണല്ലോ. അപ്പൊ എന്ത് ഞൊണ്ട് പിടിക്കണം, കൂടിക്കഴിഞ്ഞാലും കുറച്ച് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും അതിൻ്റെ ഒപ്പത്തേക്ക്. അപ്പൊ അതുകൊണ്ട് പതുക്കെ നടക്കുന്ന ഒരാൾ പിന്നെ മൂവിയും തോറും ഓടുമ്പോൾ അതിന് കുറച്ചുകൂടി സ്റ്റൈൽ വരും. അത് ഫസ്റ്റ് ചെയ്യാൻ തോന്നുന്നു, ഫസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇതിൽ. കാരണം അതിന് മുമ്പ് ഞൊണ്ടി നോക്കിയില്ല. ഞാൻ പണ്ട് സ്കൂളിലും കൂട്ടുകാരന്മാരുടെ കൂടെയൊക്കെ വെറുതെ നടന്ന് പോകുമ്പോൾ ടൂറൊക്കെ പോകുന്ന നേരത്ത് വെറുതെ കൂട്ടുകാരന്മാർ കുറച്ച് ഗ്യാങ് ടീമുകളൊക്കെ വരാൻ നേരത്താണെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ച് പെട്ടെന്ന് ഒരു ഞൊണ്ടനെ പോലെയൊക്കെ നടന്ന് അവന് അങ്ങനെയൊക്കെ പോകുന്നല്ലാണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ രാധടിയുടെ ഒരു സോങ് കെട്ടിൽ ഞാൻ ബാസിലെ ബൈക്കോട്ട് ഞൊണ്ടനായിട്ട് ഓടി വന്ന് ചാടി കയറുന്നൊരു ഷോട്ടുണ്ട്. അതിലാണ് ഈ ഞൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അത് വെച്ച് പിന്നെ ചെയ്ത് നോക്കിയപ്പോൾ ശ്രീരാജ് ഇഷ്ടപ്പെട്ടു. അതിന് തന്നെ പിടിച്ചാൽ മതി, നമുക്ക് കരുതി ചോദിച്ചു ഓക്കെയാണ്. പക്ഷേ ഇത് നൃത്തം പിടിക്കേണ്ട ഒരു കേട്ടോ പോലെ. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴും ഫൈറ്റ് ആണെങ്കിലും ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഇരിപ്പാണെങ്കിലും എല്ലാത്തിലും അത് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ഓട്ടോമാറ്റിക് ഒന്ന് ലോക്കായി. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായി. ഒരു സീൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ബേസിൽ വന്നതിന് ശേഷം. അതായത് പിന്നെ കുറച്ച് ദിവസം കണ്ട് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബേസിലെ സീനൊക്കെ ഭയങ്കര കോമഡിയൊക്കെ ചിരിച്ച് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ സീൻ എടുത്തപ്പോൾ ഞാൻ ആ സീനിൽ നടന്ന് കട്ട് പറഞ്ഞ് ഒന്ന് പ്ലേ ബാക്ക് നോക്കിയപ്പോഴും അതിലും ഉണ്ടാവാൻ പോയി. വൺ മോർ എന്താ ഞാൻ ഞൊണ്ടിയില്ലേ അങ്ങനെയൊക്കെ ഒരു ഷോട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല പണി പറഞ്ഞു. പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനത്തെ വേറൊരു ചേഞ്ച് ആയിട്ടുള്ള മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനത്തെ ക്യാരക്ടറെ. താങ്ക് യു. പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണ്. അല്ല, അതിന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്രിക്കിനെസ് ഉണ്ടായിരുന്നതാണ് ഇതിന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. വെറുതെ ഒരു പോലീസ് റോളല്ല. നമ്മൾ കുറ്റാന്വേഷണമൊക്കെ നടത്തുന്ന പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവില്ല. അത് ഇത് മാറിയിട്ടുള്ള രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. ശ്രീരാജാണ് അതിന്റെ ഒരു ബേസിക് എന്താ പറയുക, ആ എഴുത്തിലൊക്കെയുള്ള ശ്രീരാജിന്റെ ഒരു ക്രിക്കിനെസ് ഉണ്ട്. ശ്രീരാജ് മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു എല്ലാത്തിനും ഇങ്ങനെ വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാത്തിനും കോമഡി, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പോലീസുകാരൻ. അയാളും ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് സീരിയസ് ആണ്, തമാശയ്ക്ക് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ചിലപ്പോൾ തമാശയൊക്കെ ആയിപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസിലായിരുന്നു നിൽക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോളാണ്. അപ്പോൾ അത് തന്നെയാണ് അത് ചെയ്യുമ്പോഴും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ശ്രീരാജ് ഒരു 2 ടേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓക്കെ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമുക്ക് എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് പോകാൻ നേരത്തെ ശ്രീരാജ് അവിടെ പോയി ആയില്ല പറഞ്ഞിട്ട് പിന്നെ ഒരു കുറേ പ്രാവശ്യം കൂടെ വിളിച്ചാൽ പറ്റി. ശ്രീരാജ് കുറേ ഫീഡ്ബാക്ക് തരും. അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ മാറ്റി ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്നും ടേക്ക് ഓക്കെ ആകാൻ സമ്മതിക്കില്ല. ആൾ അങ്ങനെ എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്ത് വേറെ രീതിയിലൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ തന്നു. അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയുന്ന ഒരു ഡയറക്ടറല്ല. പുള്ളിക്ക് വേറെ പല ഫീഡ്ബാക്സും തോട്ട് പ്രോസസ്സും ഒക്കെ ഉള്ള ഒരാളാണ്. എല്ലാം വേറെ രീതിയിൽ അലയുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെയാണ് ക്യാരക്ടേഴ്സ് എല്ലാവരുടെയും പെർഫോമൻസസിൽ അത് റിഫ്ലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
ആദ്യമായിട്ടാണല്ലോ സൗബിനിക്കോ ബേസിക്കോ വരുന്നത്. ഞങ്ങൾ മായാനദിയിൽ ട്രാൻസിറ്റ് അല്ല ഈ മുഴുവൻ വൈറസിലുണ്ട്. പക്ഷെ മുഴുനീളം കോമ്പിനേഷൻസ് ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞൊരു ഫിലിം വർക്ക് ചെയ്തപ്പോൾ അധികം അങ്ങനെ അടുത്ത് പരിചയപ്പെടലും കുറവാണ് ഞങ്ങൾ. ഈ പടത്തോടു കൂടിയാണ് ഞങ്ങൾ ഭയങ്കര എന്താണ് ചെയ്യുന്ന ഫിലിംസ് എല്ലാം ഹിറ്റ് ആവുന്നതിന്റെ നല്ല സിനിമ എല്ലാ സിനിമകളൊക്കെ നല്ലതായതുകൊണ്ട് തന്നെയാണല്ലോ. സിനിമ നല്ലതാണെങ്കിൽ ഹിറ്റാവും, മോശമാണെങ്കിൽ ആവില്ല. അത്രേ ഉള്ളൂ. ചെയ്യുമ്പോൾ നല്ലത് നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അത് വർക്ക് ചെയ്തവരൊക്കെ നല്ല ടെക്നീഷ്യൻസ്, നല്ല ഡയറക്ടേഴ്സ് ഒക്കെയാണ്, ശ്രീരാജ് ഉൾപ്പെടെ. അപ്പൊ അവരൊക്കെ തന്നെ എല്ലാവരും കൂടെ ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഇതില് 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബൈക്ക് റൈഡ് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? ഒറിജിനൽ അഡ്യൂപ്പാണോ ഒറിജിനലാണോ ചെയ്യുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പാടെടുക്കും കുറച്ചധികം. എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചെയ്തത്. പലരും പറഞ്ഞു എന്നോട് ചെയ്തത് പക്ഷെ ഞാനത് ചെയ്തു. Family star next action star already. ഹെൽമെറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല പറപ്പിച്ചില്ല. അതൊരു ഭയങ്കര സീനായിരുന്നു. അത് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിന്റെ മേക്കിംഗ് ആയാലും പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ആയാലും ഒക്കെ എങ്ങനെ അത് മേക്ക് ചെയ്തെടുത്തു, അവരുടെ എക്സ്പീരിയൻസ്. ശ്രീരാജ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ ആ ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ മാസ്റ്ററുമായിട്ട് ഇരുന്ന് ഒരു പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു. കാരണം അതിൽ കൂടുതലും ലെങ്തി ആയിട്ടുള്ള സിംഗിൾ ഷോട്ട് പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് കുറേ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിയാമെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് അത്, രണ്ടാമത് ഞാൻ ചെയ്തിട്ടുള്ള ഫൈറ്റ് പോലെ അല്ല അത്. ഇപ്പം കളരി ചെയ്തിട്ടുണ്ട് ARM-ൽ. അപ്പോൾ അതൊരു കളരിയുടെ ഒരു രീതിയിൽ പോകും. അപ്പം മുന്നേ ചെയ്തതാണെങ്കിൽ ഒരു ബോക്സിംഗ് ടൈപ്പ് ഫൈറ്റാണ് കൽക്കിൽ ചെയ്തത്. ഇത് ശരിക്കും ഒരു നാടൻ ഒരു ഫൈറ്റാണ് വേണ്ടത്. അപ്പം ശരിക്കും നമുക്ക് കുറച്ചും കൂടി മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം കലോത്സവത്തില് എത്ര 8 ഇനങ്ങളിലെങ്ങാണ്ട് ഫസ്റ്റ് പ്രൈസ് എടുത്തിട്ടുള്ള കഥകളി, മോഹിനിയാട്ടം, കാര്യമല്ലോ. 1999 2 വർഷം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ കലാപ്രതിഭയായിരുന്നു. ആ സമയത്ത് ചെറുപ്പത്തിലൊന്നും ആ സമയത്ത് എനിക്ക് 4th സ്റ്റാൻഡേർഡ് മുതലേ എനിക്ക് ആർട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അതിനുള്ളൊരു അവസരം പാരൻസ് ആയാലും എൻ്റെ ഗുരു കലാമണ്ഡലം അമ്മയാണ്. അപ്പം അങ്ങനെ ഒരു എല്ലാവരും പഠിപ്പിച്ചുകൊണ്ട് ആ പ്രായത്തിലൊന്നും നമുക്കൊന്നും പഠിക്കാൻ വേണ്ടി പോകാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കൂടുതലും ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കാതായിരിക്കും കൂടുതലും. പക്ഷെ എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച് ഞാൻ അങ്ങനെ കുറേ പഠിച്ചിട്ടുള്ള കലാരൂപങ്ങളുണ്ടായിരുന്നു.